ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ തുലാപ്പള്ളിയുടെ ദേശത്ത് ദൈവവചനവുമായി കടന്നു വരുവാൻ തക്കോണം ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ശുശ്രൂഷയുടെ ഒരു മുഖാന്തരം, അതായത് കൺവെൻഷൻ പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് കിട്ടിയ പ്രചോദനം കഴിഞ്ഞ വർഷം ഈ തുലാപ്പള്ളിയിൽ നടന്ന കൺവെൻഷനാണ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഈ ജനുവരി മുതൽ എല്ലാ മാസവും ഞങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ കടന്നു വന്ന് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൺവെൻഷൻ നടത്തി കർത്താവിന്റെ വചനം അറിയിച്ച് പോകുന്ന ഒരനുഭവമുണ്ട്. കാരണം അനേകർക്ക് അത് അനുഗ്രഹവും വിടുതലുമായതിനാൽ. നിങ്ങൾക്കറിയാമല്ലോ, മറ്റുള്ള ദൈവദാസന്മാരെ പോലെ അല്ല ഞങ്ങൾ. അതായത് ഒരു പ്രതിഫലവും മാനുഷികമായ രീതിയിൽ ഇച്ഛിക്കാതെ പ്രതീക്ഷിക്കാതെ ദൈവം തന്ന നന്മകൾ ഉപയോഗിച്ച് ദൈവം തന്ന വിടുതലിനെ കുറിച്ച് ഘോഷിക്കുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രികാലവും ഇവിടെ കടന്നു വന്ന ദൈവജനത്തിന് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി തീരണം എന്നുള്ള പ്രാർത്ഥന. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എല്ലാ നിലയിലും വിടുതലായി തീരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഒരു നിമിഷം കൂടെ ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യം എന്താണ് അത് നാം ദൈവത്തോട് പറയുക. നമ്മുടെ വിടുതൽ എന്താണ്, ദൈവം എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത് അത് ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെന്ന് ആര് വിശ്വസിക്കുന്നു അവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നത് എനിക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. എനിക്ക് സമാധാനം തരണമേ. എനിക്ക് സ്വസ്ഥത തരുമാറാകണമേ. എന്റെ രോഗത്തിന് വിടുതൽ തരുമാറാകണമേ. എന്റെ കടഭാരത്തിന് വിടുതൽ തരുമാറാകണമേ. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. എനിക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു തരുമാറാകണമേ. ദൈവത്തെ സ്നേഹിപ്പാൻ കൃപ തരുമാറാകണമേ. മറ്റുള്ളവർ ക്ഷമിപ്പാൻ കൃപ തരുമാറാകണമേ. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുമാറാകണമേ. ദൈവ കൃപയാൽ എന്നെ നിറയ്ക്കുമാറാകണമേ. ആത്മാർത്ഥതയോട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമായ രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സന്നിധി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഭാരത്തോട്, പ്രയാസത്തോട്, രോഗത്തോട്, ബുദ്ധിമുട്ടോട്, ഹൃദയവേദനയോടുകൂടി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു വിടുതൽ പ്രാപിച്ച്, ആശ്വാസം പ്രാപിച്ച്, സമാധാനം പ്രാപിച്ച് കടന്നു വിടയാക്കുമാറാകണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവേ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവേ, ഹാലിൽ അങ്ങനെ അടുക്കൽ കടന്നു വന്ന ഓരോരുത്തരോടും കർത്താവേ, ഹാലി അങ്ങ് ഇടപെട്ടിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് രാത്രി കാലം അങ്ങയുടെ ജനത്തോട് മനസ്സറിയണമേ. ഭാരം മാറ്റുമാറാകണമേ. പ്രയാസം മാറ്റുമാറാകണമേ. രോഗം മാറ്റുമാറാകണമേ. കടഭാരം മാറ്റുമാറാകണമേ. വേദനകൾ മാറ്റുമാറാകണമേ. അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ശക്തികൾ വിട്ടുപോകുവാനിടയായി തീരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവകൃപ വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. അങ്ങയുടെ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. ഭാരം മാറട്ടെ കർത്താവേ. വേദന മാറട്ടെ കർത്താവേ. രോഗം മാറട്ടെ കർത്താവേ. കടഭാരം മാറട്ടെ കർത്താവേ. ആശ്വാസം ലഭിക്കട്ടെ. സന്തോഷം ലഭിക്കട്ടെ. സമാധാനം ലഭിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജനത്തോട് ഇടപെടുമാറാകണമേ. ഹല്ലേലൂയ. അവരുടെ വേദനകൾ ഞാൻ അറിയുന്നില്ല, എങ്കിലും അങ്ങറിയുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന അങ്ങയുടെ ജനത്തെ ഇന്ന് രാത്രികാലം ആശ്വസിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ സമാധാനത്തെ കൊടുക്കുമാറാകണമേ. അങ്ങയുടെ ആശ്വാസത്തെ കൊടുക്കുമാറാകണമേ. അങ്ങയുടെ വിടുതലിനെ കൊടുക്കുമാറാകണമേ. അങ്ങയുടെ ശക്തിയെ അയക്കുമാറാകണമേ. In the name of Jesus. കർത്താവേ, അങ്ങയുടെ ജനത്തിന് ആവശ്യമായ ആലോചന നൽകി തരുമാറാകണമേ. അങ്ങയുടെ ജനമാശ്വാസം പ്രാപിച്ച് കടന്നുവിടിയാക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം അങ്ങയുടെ നാമം മഹത്വമെടുത്തിടിയാക്കുമാറാകണമേ. ഹല്ലേലൂയ. ഹാലുവേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹായിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. നിങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിയിടയാക്കണം. ഹാലേലുത്രത്തോളം കൂടുതലായി സ്തോത്രം. മാനും മഹത്വം കർത്താവിന് തരുന്നു. തുടർന്നുള്ള സമയം തിരുസാന്നിധ്യം കൂടുതലായിട്ട് പ്രാർത്ഥനേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ വിടുതൽ, നമ്മുടെ അനുഗ്രഹം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ അവളുടെ മുതലുകളൊക്കെയും വളരെ ചെലവഴിച്ച് ഏറിയ വൈദ്യന്മാർക്ക് കൊടുത്ത് അവൾക്കൊരു സൗഖ്യവുമില്ലാതെ പരവശയായി നിരാശയായി ഭാരത്തിൽ കഴിഞ്ഞിരുന്ന ആ സ്ത്രീ യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവൾ പറയുകയാണ്, ഈ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന യേശു ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. നീ വേദനയോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഭാരത്തോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ യേശു നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. നിന്റെ ഭാരം മാറ്റുന്ന ദൈവമാണ്. നിന്റെ പ്രയാസം മാറ്റുന്ന ദൈവമാണ്. നിനക്ക് സമാധാനം തരുന്ന ദൈവമാണ്. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ കർത്താവിന്റെ അടുക്കൽ വന്നാൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അനേകര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയിൽ വന്നെങ്കിലും ഇന്നും പലവിധമായ വിഷയങ്ങളാൽ ഭാരത്തോടും പ്രയാസത്തോടും കഴിയുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന ഒരു ദൈവവൈതൽ പോലും വേദനയോടെ കഴിയുവാൻ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ. എന്ത് കിട്ടും? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ആശ്വാസം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ വൈതലിനും അനുഭവിപ്പാൻ ഇടയായിത്തീരണം. ഒരു പക്ഷെങ്കിൽ കടഭാരമുണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ രോഗമുണ്ടായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമുക്ക് വിവിധ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്തു തരുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് ഞാൻ കടന്നു വന്നത്. എന്റെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ കർത്താവ് മാറ്റിത്തരും. എന്റെ പ്രശ്നത്തിനൊക്കെയും പരിഹാരം എന്റെ കർത്താവ് തരും. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ പുസ്തകം എടുത്ത ഒരുത്തരെ പോലും എന്റെ കർത്താവ് അനാഥരായി വിട്ടിട്ടില്ല. അവരുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ ആരുടെയും മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, നമുക്ക് എത്ര കോടി രൂപ കടമുണ്ടെങ്കിലും, ഏത് മാരകമായ രോഗമുണ്ടെങ്കിലും വിടുവിക്കുവാൻ യേശു ശക്തനാണ്. ഗൾഫിൽ ജോലി ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ് ചെയ്ത് എന്റെ പണമെല്ലാം നഷ്ടമായി വലിയൊരു തുക കടക്കാരനുമായി തീർന്ന് മരിക്കുവാനായി ആഗ്രഹിച്ച് ഒരു ദിവസം രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ, ഒന്നുകിൽ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ എന്നെ ജീവിപ്പിക്കുക, എനിക്ക് വേണ്ടി വഴികളൊരുക്കി തരിക, എന്നെ സഹായിക്കുക. എനിക്കിങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കേണ്ട കർത്താവേ. കടക്കാരനായി, ഭാരമുള്ളവനായി, ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തികെട്ട് ഈ ഗൾഫിൽ എനിക്ക് കഴിയേണ്ട കർത്താവേ, എന്നെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്
നന്ദിയോട് സ്തോത്രം. എന്നാൽ എന്റെ അവസ്ഥകൾക്കൊക്കെയും എന്റെ കർത്താവ് വിടുതൽ തന്നു. ഹല്ലേലൂയ. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര കോടി രൂപ കടമുണ്ടെങ്കിലും എന്റെ കർത്താവ് അത് മാറ്റിത്തരുന്ന ദൈവമാണ്. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ സദ്വർത്തമാനം അറിയിക്കുവാനായിട്ടാണ് ഞങ്ങൾ പണം മുടക്കി ഇവിടെ വരുന്നത്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഒന്ന്, എന്നെ രക്ഷിച്ച ദൈവത്തെ കുറിച്ച് പറയുക. രണ്ട്, എന്നെ പോലെ കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് അവരെ ബലപ്പെടുത്തുവാനായി അവർക്കൊരു ആശ്വാസദായകനുണ്ട്, അവരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാനായിട്ടാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവിന്റെ അടുക്കൽ നിങ്ങൾ യഥാർത്ഥമായി വന്നാൽ ഒരിക്കലും നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഇല്ല, 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 ഇല്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ഭാവി അനുഗ്രഹമാക്കി തീർക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാക്കി തീർക്കും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും. എന്ത് തിന്നും എന്തുടുക്കുമെന്ന് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഒരു പക്ഷെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയോ ജീവിതത്തിൽ സമാധാനമില്ലാതെയൊക്കെ ആയിരിക്കാം ദൈവസഭയിലേക്ക് കടന്നു വന്നത്. പക്ഷെങ്കിൽ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ലക്ഷ്യം വല്ലവിധേനയും ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ളതായിരിക്കണം. നമ്മൾ ആ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി ജീവിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെയും നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മളിപ്പോഴീ ന്യൂസ് പേപ്പറൊക്കെ, ഈ പ്രത്യേകിച്ച് ഈ ഓണ സമയത്തൊക്കെ കണ്ടില്ലോ, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നവർക്ക് ഒരു വാക്യൂം ക്ലീനർ ഫ്രീ, അല്ലെങ്കിൽ അതുപോലെ ഒരു TV വാങ്ങിക്കുന്നവർക്ക് ഒരു DVD പ്ലെയർ ഫ്രീ. കേട്ടിട്ടില്ലേ? നമ്മൾ സാധാരണ പത്രങ്ങളിൽ വായിക്കുന്നതാണ്. എന്ന് പറഞ്ഞതുപോലാണ് അല്ലെങ്കിൽ ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവരാജ്യത്തിൽ പോയില്ലേലും പ്രശ്നമില്ല. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഒന്ന് മാറി കിട്ടണമെന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹം. നമുക്കൊരു വീട് വെക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തണം, ഈ കടഭാരം ഒന്ന് മാറ്റണം. ഞാൻ പല പ്രാവശ്യം ഇരുന്ന് കർത്താവേ, ഈ കടം ഒന്ന് തീർത്തു തരണമേ. എന്നെ ആൾക്കാര് ഈ പൈസ കൊടുക്കാനുള്ളവരൊക്കെ ഒന്ന് വിളിക്കുമ്പോഴൊക്കെ ഹൃദയം ഒന്ന് നൊന്ത് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വീട്ടുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം. നമ്മൾ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ദൈവ വചനപ്രകാരം ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, നാം ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ തന്നെ ഭൗതികമായ അനുഗ്രഹം ഇതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൗതികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും, ഏത് ജോലി ചെയ്താലും, ഏത് ഡിഗ്രി എടുത്താലും ഒരുപക്ഷെ നടന്നെന്ന് വരികയില്ല. അനേക ഡിഗ്രി ഹോൾഡേഴ്സ് ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. അനേക ബിസിനസ് ചെയ്തവരെല്ലാം തകർന്ന് നാശമായി പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവർ ഇതുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പല കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ള ജീവിതമേ, നീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ഈ വചനമനുസരിച്ച് ജീവിക്കുവാനായി സമർപ്പിക്കുക. നിന്റെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ കർത്താവ് ക്രിസ്തുവിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒന്നാമത് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവിനിൽ പ്രേരിപ്പിച്ച വചനത്തെ ഇവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. മതി. ദൈവത്തിന് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതലേ, നമ്മൾ വെറുതെ നമ്മുടെ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. വെറുതെ അല്ല ദൈവസന്നിധാനത്തിൽ കടന്നു വന്നത്. ഒന്ന്, നമുക്കൊരു ഇളകാത്ത രാജ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നമുക്ക്
എത്ര രൂപ, എത്ര കോടി രൂപ സമ്പത്തുണ്ടെങ്കിലും അതൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിപ്പോകുവാൻ, അത് അനുഭവിക്കുവാൻ കഴിയാതെ പോകുവാൻ ഇടയായി തീർന്ന അനേക ചരിത്രങ്ങൾ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് പാരലൈസ് ആയി തീർന്നാൽ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മുടെ പോളം ജോർജ് മുത്തൂറ്റ് എത്രയോ കോടീശ്വരന്മാരാണ്. ഹാലലും നല്ല യൗവനത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് മാറ്റപ്പെട്ടു. ഹാലലുയ, എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പക്ഷെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ ഹാലലുയ സ്തോത്രം, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ കഴിയുമായിരുന്നു. നമ്മൾ എത്ര കോടി നേടിയാലും, എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഒരു കാര്യവും നിലനിൽക്കുന്നതായിട്ടില്ല ദൈവത്തിന്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകാമായിരുന്നു എന്നാണ്. ഒരിക്കലും നമുക്ക് പണം നമുക്ക് സമാധാനം തരികയില്ല. നമ്മൾക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം പണമല്ല, പ്രശസ്തി അല്ല, ഹല്ലേലൂയ, സൗന്ദര്യമല്ല, ഡിഗ്രി അല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, നാമും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് അനേക നേട്ടങ്ങളെ ഈ ലോകത്തിൽ തന്നെ കൊയ്യുവാനായി, കരസ്ഥമാക്കുവാനായിട്ട് കഴിയും. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഒരിക്കൽ ഒരു രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനവും വിവേകവും ഉള്ള ഹൃദയം എനിക്ക് തരണമേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തമ്പുരാൻ ആ പ്രാർത്ഥന അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, നീ ശത്രു സംഹാരമോ ധനമഹാത്മ്യമോ ചോദിക്കാതെ വിവേകമുള്ള ഹൃദയത്തിനു വേണ്ടി ചോദിച്ചതുകൊണ്ട് നിനക്ക് ഞാൻ വിവേകമുള്ള ഹൃദയം മാത്രമല്ല, ഹല്ലേലൂയ, ഇനി ഇതുവരെ ഉണ്ടായിട്ടുള്ള രാജാക്കന്മാരെക്കാൾ, ഇനി വരാൻ പോകുന്ന രാജാക്കന്മാരെക്കാൾ ഏറ്റവും വലിയ ബുദ്ധിയും ശക്തിയും ഏറ്റവും ധനവും ഒക്കെയും ഞാൻ നിനക്ക് നൽകുവാനായിട്ട് പോകുന്നു എന്ന്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ശലോമോന് വേണ്ടി മാത്രമുള്ളതല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും കരസ്ഥമാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. അനേകര് പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭയിൽ പോകുന്നുണ്ട്, ഇന്നും വിടുതലില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ കാരണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് പോലെ അല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അന്വേഷിക്കേണ്ടത് പോലെ അല്ല അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണത് ലഭിക്കാതെ പോകുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, എന്റെ ദൈവം പറയുന്നു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തെ മാനിക്കുവാനായിട്ട് കഴിയുമോ? അത് പാസ്റ്റർ ആകണമെന്നില്ല. ഹല്ലേലൂയ, അത് വിശ്വാസിയായാലും ഏതു മനുഷ്യനായാലും ദൈവത്തെ മാനിച്ചാൽ ദൈവം മാനിപ്പാൻ തക്കണം ഇടയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നിങ്ങളൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. ഒരു ഞായറാഴ്ച ഒരു ആരാധനയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇടമീറ്റിങ്ങിന് വേണ്ടിയോ മാത്രം ദൈവസഭയിലേക്ക് കടന്നു വന്ന് പോയി സമയം ചെലവഴിച്ചാൽ പലപ്പോഴും വിടുതലുകൾ നടക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച്, ഈ യേശുവിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിപ്പാനും ജീവിതത്തെ ക്രമീകരിപ്പാനും ശ്രമിച്ചുകൊണ്ട് ദൈവനാമത്തെ ഉയർത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ നമ്മുടെ അവസ്ഥകൾക്കൊക്കെയും ദൈവം മാറ്റം തരും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതൊന്നും പ്രതീക്ഷിച്ചതുകൊണ്ടല്ല, എന്നെ രക്ഷിച്ച, കടഭാരത്തിൽ മുങ്ങി ഹല്ലേലൂയ ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ച, എന്നെ വിടുവിച്ച ദൈവത്തെ കുറിച്ച് പറയുവാൻ ഹല്ലേലൂയ ഞാൻ ആഗ്രഹിച്ചു. ഒരു സാക്ഷി പോലും പറയുവാൻ കഴിയില്ലാതിരുന്നെന്നെ ഹല്ലേലൂയ ദൈവദാസന്മാർ ഗൾഫിൽ വരുമ്പോൾ അവരെയും കൊണ്ട് അനേക ഭവനങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞ്, അവരെ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് കുടുംബമായിട്ട് ഞങ്ങൾ അവിടെ ആയിരിക്കുന്നുണ്ട്. അനേക പാസ്റ്റർ ഒരു സാധാ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അനേക ഭവനങ്ങളിൽ പോയി സുവിശേഷം പറയുവാനും പ്രാർത്ഥിക്കുവാനും, അതുപോലെ നാട്ടിൽ വരുമ്പോൾ കൺവെൻഷനുണ്ട്, ഉപവാസ പ്രാർത്ഥന, അതിന് വെളുപ്പിന് എഴുന്നേറ്റ് വാക്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിക്കുക, വലിയ മൈക്കൊക്കെ വെച്ചിട്ട്, ഇങ്ങനെ പല കാര്യങ്ങള് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി തിരിച്ചു, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായി തീരും. നമ്മള് 5 രൂപ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് കൊടുത്താൽ ഹല്ലേലൂയ, അതിന്റെ പ്രതിഫലം ദൈവം തരാതെ പോകുകയില്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനാകുകയില്ല.
ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ പോക്കറ്റിൽ നിന്നൊന്നും ദൈവത്തിന് വേണ്ടി ചെലവിടേണ്ട കാര്യമില്ല. എന്റെ ദൈവം തന്നതിൽ നിന്നെടുത്ത് കൊടുക്ക്. എന്റെ പേർ ദൈവം പിന്നെയും തരുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും സമ്പന്നത പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഏറ്റവും എളുപ്പ വഴി ഹല്ലേലൂയ ഒന്ന്, ഈ വചനമനുസരിച്ച് ജീവിക്കുക, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. വിശ്രമം കൂടാതെ അധ്വാനിച്ചിട്ടുള്ള ദൈവഭക്തന്മാരെ ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആദരിക്കും. അല്ലെ, നിങ്ങളെ കൊണ്ട് ദൈവം ഒരു ഉയർച്ച തന്നില്ല, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളുടെ കണ്ണ് കാണത്തക്കവണ്ണം ദൈവം ഉയർച്ച തരുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അനേക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒത്തിരി ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തയോടെ എന്റെ ദൈവത്തെ സേവിപ്പാനിറങ്ങിയ ഒരുത്തരെയും ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഈ കേരളത്തിലെ ഓരോ ദൈവസഭകളിലും പോയി നോക്ക്. ആത്മഹത്യക്ക് ആഗ്രഹിച്ചവര്, ഊളംപാറയെ കെട്ടിയിട്ടിരുന്നവര്, മെഡിക്കൽ കോളേജ് പോലും തള്ളിയവര്, അനേകര് ദൈവസഭയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള ഒരുത്തരെ പോലും എന്റെ ദൈവം അനാഥരായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. അവർ നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്നിട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയത്തില്ലെങ്കിൽ ഈ ലോകത്തിൽ വേറെ ഒരു മാർഗവുമില്ല. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. വേറെ ഒരു കാര്യം ചെയ്താലും നിങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ കഴിയത്തില്ല. എത്ര നിരാശയിലായിരുന്നാലും, എത്ര ഭാരത്തിലായിരുന്നാലും, എത്ര പ്രയാസത്തിലായിരുന്നാലും ഈ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് വിടുതലുണ്ട് എന്നുള്ളതിന് ഞാൻ ഉറപ്പ് തരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും. 91 സങ്കീർത്തനം 14 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. എന്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ഇത് ദൈവം തമ്പുരാൻ പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യർ പറയുന്ന കാര്യമല്ല, സ്വർഗത്തിലെ ദൈവം പറഞ്ഞ കാര്യമാണ്. ദൈവത്തോട് പറ്റി നിൽക്കേ, നിനക്കൊരു വിടുതലുണ്ട്. ദൈവത്തിന് ഈ ദൈവത്തിന്റെ നാമത്തെ അറിയുക, അവൻ നിന്നെ ഉയർത്തുവാനിടയായിത്തീരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഒന്ന് ദൈവം അനുവദിച്ച് ഞാൻ അടുത്ത വർഷവും വരാം. ഹല്ലേലൂയ. നിങ്ങള് ഇതുപോലെ കർത്താവിന് വേണ്ടി ദൈവത്തോട് പറ്റി നിൽക്കുവാനും ദൈവനാമത്തെ ഉയർത്തുവാനുമായിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിനകം വിടുതൽ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ അടുക്ക വാ, ഞാനൊന്ന് ചോദിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സർ, എനിക്ക് 100% ഗ്യാരണ്ടി പറയുവാനായിട്ട് കഴിയും. നിങ്ങളുടെ അവസ്ഥകൾക്കൊക്കെയും മാറ്റം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ ഒരിക്കൽ കോട്ടയത്തെ പുതുപ്പള്ളിയിലുള്ള ഒരു സഭയുടെ ഒരു കണ്ടത്തിന്റെ വലിയൊരു ഇതാണ്, അവിടെ ഒരു മീറ്റിങ്ങിന് കടന്നുപോയി. ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നു. ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, എനിക്ക് 3 കോടി രൂപ കടമുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്. എന്നാൽ എന്റെ ഭാര്യയോട് ഒരു സഹോദരി പറഞ്ഞു ഈ പ്രാർത്ഥനയ്ക്ക് വരുവാനായിട്ട്. അങ്ങനെ ഞാനിപ്പോൾ 21 ദിവസം ഉപവാസമാണ്. അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ നാം തോന്നുന്നു. അതായത് കോട്ടയത്തെ അയ്യപ്പാസ് എന്ന് പറയുന്ന തുണിക്കട നടത്തുന്ന ആളാണ് അത്. ഹല്ലേലൂയ. സ്തോത്രം. നീ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. 3 കോടിയല്ല 30 കോടിയായാലും ഹല്ലേലൂയ എന്റെ ദൈവത്തിന് അത് വീട്ടിൽ തരുവാനായിട്ട് കഴിയും. എന്റെ ദൈവത്തിന്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടേണ്ട, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. നമ്മുടെ ബുദ്ധിമുട്ടുകളെയൊക്കെയും മാറ്റിത്തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആർക്കിങ്ങനെ പറയുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ, ഇപ്പം കൊച്ചിനെ കെട്ടിക്കണം ഒക്കെ, അല്ലെങ്കിൽ വീട് വെക്കണം, ഉടനെ ഭാര്യ ഭർത്തായ എങ്ങനെയാ ചായ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പോയി നിലവിളിക്കാതെ ഹല്ലേലൂയ ദൈവത്തോട് പറ, നിങ്ങൾ വിശ്വാസത്തോട് വിളിച്ചു പറ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസം വിളിച്ചു പറയണം.
ആ രക്തസ്രാവക്കാരി സ്ത്രീ എങ്ങനെ വിളിച്ചേ? അവൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവള് പറയുകയാണ്, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവള് പറഞ്ഞത് തന്നെയല്ല, അവള് അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. പ്രതികൂലങ്ങൾ അനേകം. പുരുഷാരം ഇങ്ങനെ തിക്കി തിരക്കുകയാണ്. ഒരു സ്ത്രീ, പ്രത്യേകിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ, പുരുഷാരത്തിനിടയിൽ പോകാൻ പറ്റില്ല. പക്ഷെ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, യേശുവിനെ തൊട്ടാൽ, ഹല്ലേലൂയ, യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ആ കുഷ്ഠരോഗിക്ക് സൗഖ്യം വന്നല്ലോ, ആ കണ്ണു കാണാത്തവന് സൗഖ്യം വന്നല്ലോ, നൈനിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കും സൗഖ്യം വരും. ഹല്ലേലൂയ. അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൾ അടങ്ങിയിരുന്നില്ല. സമുദായം എന്തു പറയും, സഭക്കാരെന്തു പറയും, ദേശക്കാരെന്തു പറയും, അവള് അതൊന്നും നോക്കിയില്ല. അവൾക്ക് വിടുതലായിരുന്നു ആവശ്യം. അവൾ ഇറങ്ങിത്തിരിച്ചു, യേശുവിനെ തിരക്കി, യേശുവിനെ കണ്ടുപിടിച്ചു. ആ പുരുഷാരത്തിനിടെ പ്രതികൂലത്തിനിടയിലൂടെ അവൾ ചെന്നു, വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിപ്പാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം വിടുതൽ പ്രാപിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പറ, യേശു എനിക്ക് സൗഖ്യം തരും, എന്റെ പ്രശ്നത്തിന് പരിഹാരം യേശു തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ അത് വ്യാപരിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നതിനൊരു പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചുമ്മാതൊന്നും ദൈവത്തെ സേവിക്കേണ്ട. ഒന്ന്, നമുക്കൊരു ഇളകാത്ത രാജ്യം. ഹല്ലേലൂയ. 2, ഹല്ലേലൂയ, സ്തോത്രം. മത്തായി 11:28 കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ ഭാരം മാറ്റുന്ന, നമ്മുടെ പ്രയാസം മാറ്റുന്ന, നമുക്ക് ആശ്വാസം തരുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ലോകം തരുന്നത് പോലെയല്ല. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ജനം ആത്മഹത്യയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒളിച്ചോടുവാനായിട്ട് തന്നെ കാണുന്നത്. ദൈവത്തിലെ നീ പ്രശ്നത്തെ കാണുമ്പോൾ മുട്ടുമടക്കെ നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഇറങ്ങി വരും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. നീ വിശ്വാസത്തോടുകൂടി ഇരിക്കെ. എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അവിടെ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. പലപ്പോഴും അറബികളൊക്കെ പൈസ തരാത്ത അനേക അവസരങ്ങളുണ്ട്. സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ചെക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ബാങ്കിൽ പൈസ ഇല്ല, റിട്ടേൺ ആകേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഞാനും എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങളും കൂടെ കരം കോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ആ മനുഷ്യനോട് ഇടപെടണമേ, അവൻ തരുവാനുള്ള പൈസ തരുവാൻ ഇടയാക്കണമേ, ദൈവമേ അവന് പൈസ കിട്ടുവാൻ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നുവരെ ഇവന്റെ ദൈവനെ ലജ്ജിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു വീടില്ലായിരുന്നു എന്ന് മാത്രമല്ല, 1 സെന്റ് വസ്തു പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം ബിസിനസിന് പോയി എല്ലാം നശിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെ, കർത്താവേ എനിക്ക് 10 സെന്റ് വസ്തു തരണമേ, ഒരു കൊച്ചു വീട് വെക്കുവാനായിട്ട് സഹായിക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ഭവനം തരണമേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവ് ഹല്ലേലൂയ നല്ല മനോഹരമായ ഭവനത്തെ തരുവാനിടയാക്കി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവം തരുന്ന നന്മകൾ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി മാത്രം ഒതുക്കി വെക്കുവാനായിട്ടുള്ള, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ കൈകളെ തുറന്നാൽ ദൈവം ഒട്ടും കുറയ്ക്കാതെ പലിശ സഹിതം തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവം ആർക്കും കടക്കാരനാവുകയില്ല. ഹല്ലേലൂയ, നമ്മൾ ആരും ചുമ്മാതെ ദൈവത്തെ സേവിക്കണ്ട. ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. നിരക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പേര് ജീവോത്സവത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ഈ യേശുവിനെ കണ്ടുമുട്ടിയാൽ, ഹല്ലേലൂയ, യേശുവേ എന്നെയും അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ, എന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഇളകാത്ത രാജ്യത്തിന്റെ അവകാശിയായി തീരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, പിന്നെ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, അത് ആത്മീയമായിട്ടുള്ളത്, ഭൗതികമായിട്ടുള്ളത്, ഹല്ലേലൂയ, എല്ലാ രീതിയിലും ദൈവിക അനുഗ്രഹം പ്രാപിപ്പാനായിട്ടിടയായിത്തീരും. ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ?
2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരു സഭയെ ഹല്ലേലൂയ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ആ സഭയുടെ പേരാണ് മെക്കദോന്യ സഭ. പൗലോസ് എഴുതുകയാണ്, സഹോദരന്മാരെ, ഹല്ലേലൂയ, മെക്കദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ലോജിക്കിന് ഇത് യോജിക്കുന്നതല്ല. കാരണം കഷ്ടത എന്ന കഠിന ശോധനയിലിരിക്കുന്ന ജനം, മഹാദാരിദ്ര്യത്തിലിരിക്കുന്ന ജനം, പക്ഷെങ്കിൽ ദൈവത്തിന്റെ കൃപ അവർക്കുള്ളതുകൊണ്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? മഹാ സന്തോഷമുണ്ടായിരുന്നു. പഴയ കാലത്തെ നമ്മുടെ പെന്തക്കോസ്തിലെ അപ്പച്ചന്മാർക്ക് അതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാലും അവർ സന്തോഷത്തോടുകൂടി പോകുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കുമ്പനാട്ടൊരു അന്നമ്മമാം എന്ന് പറഞ്ഞൊരു സഹോദരി ഉണ്ടായിരുന്നു. അടവി ദരിക്കളിനിടയിൽ നിന്നുള്ള പാട്ട്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്നുള്ള പാട്ടൊക്കെയും എഴുതിയ സഹോദരിയാണ്. ഒരു അധ്യാപികയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്നുള്ള ആഗ്രഹം, ഹല്ലേലൂയ, സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹം തന്റെ ഹൃദയത്തിലുണ്ടായി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാം പ്രതികൂലമായി. വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോൾ ഹല്ലേലൂയ പാടിയ പാട്ടാണ്, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ കർത്താവിനായി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവർ ഈ ലോകത്തിലെ ഒരു പ്രശസ്തി നോക്കിയില്ല, ഒരു കസേരയും നോക്കിയില്ല. ഹല്ലേലൂയ. എവിടെ പോയി കിടക്കുമെന്ന് നോക്കിയില്ല, എന്ത് കഴിക്കുമെന്ന് നോക്കിയില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ തക്കണമിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ആ തലമുറയിലൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ KM ജോൺ അപ്പച്ചനും വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ ആദ്യകാലങ്ങൾ അവരനുഭവിച്ച കഷ്ടതകൾ വളരെ കൂടുതലാണ്. അദ്ദേഹം IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഫുജേറയിൽ വരെ എന്റെ വീട്ടിൽ താമസിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. തന്നെയുമല്ല, KM ജോൺ അപ്പച്ചൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പാസ്റ്റർ KC ജോൺ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററായ സെൻട്രൽ പാസ്റ്ററും കൂടെ ചേർന്ന് ഇവർ 3 പേരും കൂടെ ചേർന്നാണ് എനിക്ക് ഓർഡിനേഷൻ തരുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തിന്റെ മകൻ ചിക്കാഗോയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എനിക്ക് കടന്നു പോകാൻ ദൈവം അവസരിക്കുന്നുണ്ട്. അക്ഷരീയമായി തന്നെ പറഞ്ഞാൽ അദ്ദേഹം ഒരു കോടീശ്വരനാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അമേരിക്കയിലാണല്ലോ. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പട്ടിണി കടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ചിട്ടുള്ളത്, നിന്നെ അനുഭവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു കാര്യം കൂടെ പറയട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോഴും ഇന്നത്തെ വിശുദ്ധന്മാരെ നോക്കുമ്പോഴും ഇന്ന് സാമ്പത്തികമായി ഉയർച്ച പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ ഇരിക്കുന്നുള്ള ദൈവഭക്തന്മാരുടെ പഴയ കാലങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അവർ കഷ്ടത അനുഭവിച്ച കുറെ ദിവസങ്ങളുണ്ട്, അവർ നിന്നെ അനുഭവിച്ച കുറെ ദിവസങ്ങളുണ്ട്. ചുമ്മാതാരെയും ദൈവം അനുഗ്രഹിച്ചിട്ടില്ല. നീ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, കഷ്ടം സഹിക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു പ്രതിഫലമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. ആ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നാളെ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് സമയം വളരെ കടന്നു പോയതുകൊണ്ട് ഹല്ലേലൂയ അതിന് സമയമെടുക്കുന്നില്ല. നാളെ നിങ്ങൾ രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വർഷം കൂടെ വന്നപ്പോൾ അനേകർ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. എനിക്കറിയാം ചിലര് നാളുകളായി ഉറങ്ങാൻ കഴിയാത്തവര് അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഉറങ്ങുവാനായിട്ട് കഴിഞ്ഞു. തലവേദനയായി ഭാരപ്പെട്ട പലരും ഈ ദൈവദാസനോട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അനേകര് ആ നിലയിൽ വിടുതൽ പ്രാപിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആരിലും ഞാനും വിശ്വസിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഭൂമിയിൽ 2 പേർ യാചിക്കുന്ന വിഷയത്തിന്മേൽ ഐമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ പിതാവിങ്കിൽ നിന്ന് ലഭിക്കും. നിങ്ങളും ദൈവദാസന്മാരും ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതൽ ലഭിക്കാനിടയായിത്തീരും. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവദാസന്മാര് പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച കർത്താവേ ഞാൻ വിടുതൽ പ്രാപിക്കട്ടെ, ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ, ഞാൻ അനുഗ്രഹം പ്രാപിക്കട്ടെ, എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം എന്നെ മാനിക്കും. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗമേ വിട്ടുപോ, പട്ടിണി വിട്ടുപോ, കടഭാരം വിട്ടുപോ,
എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിര്. ഭാര്യയും ഭർത്താവോട് കൈകോർത്ത് പിടിച്ചിരുന്ന് പ്രാർത്ഥിര്. വിടുതൽ നമുക്ക് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവദാസനും കൈവച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് ഈ മാർഗം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം എന്റെ കർത്താവിന്റെ സന്നിധിയിലുണ്ട്. നമ്മെ ഉയർത്തുന്ന ദൈവമാണ്, നമ്മെ മാനിക്കുന്ന ദൈവമാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്നിവിടെ വീണ് മരിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, 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 സ്തോത്രം. ധനവാന്റെ എല്ലാ ആശ്രമയും കാര്യം നമുക്കറിയാമല്ലോ. ധനവാൻ ഇവിടെ സുഖത്തോട് ആഡംബരത്തോടുകൂടി പുളച്ച് സുഖിച്ച് ജീവിച്ച മനുഷ്യനാണ്. മരിച്ചപ്പോൾ നരകത്തിലേക്കാണ് പോയത്. എന്നാൽ ആ ലാസർ മരിച്ചപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ പരദീസയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ കർത്താവിനെ പിൻപറ്റിയാൽ നിനക്ക് പരദീസ ലഭിപ്പാൻ, അല്ലെങ്കിൽ ദൈവരാജ്യം കരസ്ഥമാക്കാൻ ഇടയായിത്തീരും. അപ്പോൾ തന്നെ ഈ ലോകത്തിലെ നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ കർത്താവ് മാറ്റിത്തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രശ്നത്തിലിരിക്കുന്നവരായാലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു, ഞാൻ വാക്ക് തരുന്നു. ഈ പുസ്തകം അത് പഠിപ്പിക്കുന്നു. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. ബോവസ് രൂത്തിനോട് പറഞ്ഞു, മകളെ നീ ഇനിയും വേറെ ഒരിടത്തും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ഭാഗ്യവശാൽ ഈ ബോവസിന്റെ വയലിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവര്, ഈ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നവര്, നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റും. ഒരു ദിവസം ആ ബോവസ് വരും നമ്മളെ വേളി ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.